ഇത്ര നേരം അതിന്റെ ഉള്ളവൻ ഇങ്ങനെ എത്ര വിളിച്ച് ഹലോ. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ പോവുകയാണേ. കുഞ്ഞുണ്ട്, സിദ്ധുവും ദേവും ഉണ്ട്. അറിയാലോ, ലീവിന് വന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഉള്ള ഒരു ദിവസം, ഒരു ഡേ ഇൻ ലൈഫ് എന്ന് പറയാം. മൊത്തത്തിലൊന്നും ഡേ ഇല്ല, എന്നാലും ഇവര് മൂന്നാളും ഉള്ള, ഞങ്ങൾ അഞ്ചാളും ഉള്ളത് എനിക്ക് തോന്നുന്നു 5-6 മാസമായി ഉണ്ടാവും. അങ്ങനെ അതെ, ഒരു വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ ഞങ്ങൾ അഞ്ചാളുള്ള ഒരു ഡേ ആണിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സാധിച്ചു. പിന്നെ സജീഷേട്ടൻ വരുന്നില്ല കേട്ടോ. സജീഷേട്ടൻ ഒരു വീട്ടിൽ കൂടലിന് പോകാനുണ്ട്. അപ്പം ഞാനും കുഞ്ഞും ദേവും സിദ്ധുവും കൂടെ വേണം ബീച്ചിലേക്കാണ് പോകണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ബീച്ച് ഫെസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ ബീച്ച് ഫെസ്റ്റിന് അവിടെ പോയപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി പുറപ്പെടുകയാണേ. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോകണം കേട്ടോ. അങ്ങനെ സജീഷേട്ടൻ ആ വാതിലൊക്കെ അടച്ചിറങ്ങുന്നത് അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയ പാടിനൊക്കെ ഓട്ടോ കിട്ടി. ഇനി നേരെ പോകുന്നത് സാൻഡ് ബാങ്കിലൊക്കെ കേട്ടോ. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ 5 ആളും കൂടി, അതായത് ഇപ്പോൾ സജീഷേട്ടൻ ഇല്ല എന്നാലും 5 ആളും കൂടിയുള്ള ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഇവർ 3 ആളുണ്ടെങ്കിലേ ആ ഒരു വൈബ് കിട്ടും കേട്ടോ. ശരിക്കും മക്കൾ 3 ആളും. കുഞ്ഞുസിദ്ധു മാത്രമാകുന്ന സമയത്ത് ഒരു പലപ്പോഴും സൈലൻ്റായി പോകും കേട്ടോ, ദേവും ഇല്ലായിട്ട്. പിന്നെ ദേവും കൂടെ വന്നു കഴിഞ്ഞാൽ അവർ ഓക്കെ. അങ്ങനെ ബീച്ച് ഫെസ്റ്റ് തുടങ്ങാൻ നാളെയാണെന്ന് പറഞ്ഞിട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ എന്നാൽ പിന്നെ സാൻഡ് ബാങ്കിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാര്യമായിട്ട് പോകുക ഇവിടേക്ക് കേട്ടോ. ഈ സ്വീറ്റ് കോണും പനിപ്പൂരി ചോദിച്ചാൽ കാര്യമായിട്ട് വരുന്നത്. നോക്കുമ്പോൾ പനിപ്പൂരി അവിടെ ഇല്ല കേട്ടോ. അപ്പം പിന്നെ ദേവുവിൻ്റെ മുഖം കണ്ടല്ലോ, പനിപ്പൂരി ഓളായിരുന്നു ചോദിച്ചത് കേട്ടോ. പിന്നെ സിദ്ധുവിന് സ്വീറ്റ് കോൺ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓന് വേണ്ടി സ്വീറ്റ് കോൺ വാങ്ങിക്കൊടുത്ത്. പിന്നെ കുഞ്ഞുന് ഇത് ഇഷ്ടേ അല്ല, ഓന് വേണ്ടത് ഉപ്പിലിട്ട സാധനങ്ങളാണ്. അതിലതിന് നല്ലോണം മുളകിട്ടൊരു മാങ്ങ ഉണ്ടാകുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആടേക്കാണ് ഓൻ്റെ നോട്ടം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മാങ്ങ ഇല്ല. അപ്പോൾ കൈതച്ചക്ക വാങ്ങി എല്ലാവരും കൂടി ഒന്ന് കഴിച്ചു തിന്നു കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ എൻ്റെ കണ്ണു നേരെ പോയത് ഇതിലേക്കാട്ടോ. ഞങ്ങളിവിടെ ഐശ്വര്യച്ചേ നോക്കിയാട്ടോ പറയുക. ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ എന്തായാലും അത് 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. സിദ്ധുവിന് നല്ല ചുമയും കാര്യങ്ങളുള്ളതിനെ കൊണ്ട് തന്നെ ഓനത് കൊടുത്തിട്ടില്ല. ഞാനും കുഞ്ഞും ദേവും അത് വാങ്ങിക്കഴിച്ചേ. അതുകൊണ്ട് തന്നെ ഓനെ ലേശം തണുപ്പ് പോയിട്ട് വായിൽ വെച്ച് കൊടുക്കാമെന്നുണ്ട് കേട്ടോ. പാവം എന്തായാലും ഇഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ നേരെ ഇരിക്കാൻ വേണ്ടി സ്ഥലവും നോക്കി നടക്കുക. സജീഷറിനില്ലാണ്ട് ഇങ്ങനൊരു ബീച്ചിലേക്കുള്ള വരുത്ത് ഞാൻ ആദ്യമായിട്ടാട്ടോ. കാക്കക്കാട്ടില്ലാത്ത സ്ഥലമില്ല, അതവിടെ ഇരിക്കൂലേ. കാക്കക്കാട്ടം കണ്ടിട്ട് പോകുന്ന വഴിയാട്ടോ അത്. അങ്ങനെ വേറൊരു സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ 4 ആളും അവിടെ ഇരുന്ന് എന്തോ ഒരു സുഖമാണെന്നറിയോ. പറയുമ്പോൾ ഇതെൻ്റെ തള്ളലാന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങൾക്കൊന്നും അറിയാത്തൊരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മക്കളോടി പോകുമ്പോൾ. ശരിക്കും എനിക്കിഷ്ടമാണ് ഇവർ 3 ആളും കൂടെ പോകുന്നത് കേട്ടോ. കാരണം അത്രയും കോമഡി ആയിരിക്കും. സിദ്ധുവിനെ കളിയാക്കി കൊല്ലും. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അമ്മ കണ്ടീനോ എന്ന് ചോദിക്കാൻ വരുന്ന വരുത്താട്ടോ അത്. പിന്നെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുകളിൽ കയറാൻ പോയതാട്ടോ. അതിൻ്റെ മുകളിൽ കയറി കേട്ടോ. കാണുന്നുണ്ടോ കുഞ്ഞുമോനെ? കാണുന്നുണ്ട്. ഇറങ്ങിക്കോ. പറ്റോ കുഞ്ഞോ? പഠിച്ചു പോകൂ. ഒറ്റ കാണിച്ചിട്ടേ. അതിനുശേഷം പിന്നെ വേഗം പുറത്തിറങ്ങിട്ടോ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഓട്ടോ കിട്ടിയില്ലെങ്കിലോ എന്ന്. സജീഷേട്ടൻ എൻ്റെ പുരക്കൂടലിൻ്റെ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മന്തി കഴിക്കാൻ വന്ന് സജീഷേട്ടനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിനി ഇത്രയും കുറേ ദിവസത്തിന് ശേഷം എന്ന് പറയാം, അല്ലെങ്കിൽ കുറേ മാസത്തിന് ശേഷം ഞങ്ങൾ 5 ആളും കൂടി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുക കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ വെയിറ്റ് ചെയ്തിരുന്നതാട്ടോ. ഏച്ചി വന്നിട്ട് ഇങ്ങനെയൊക്കെ പുറത്തോട്ട് പോകണം അമ്മേ, സിനിമയ്ക്ക് പോകണം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ.
സജീഷേട്ടനും വീട്ടിൽ കൂടുതലിനടുത്ത് ഭക്ഷണം കഴിക്കാതെ കേട്ടോ വന്നത്, ഞങ്ങളെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് സജീഷേട്ടൻ അവിടേക്ക് തന്നെ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഫുഡ് കഴിച്ച് ഓട്ടോയിൽ പറഞ്ഞു വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ എന്നാട്ടോ പറയുന്നത്. സജീഷേട്ടൻ ബൈക്ക് എടുത്താണേ പോയത്, അതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതും ബൈക്കിനാണ്. അപ്പം മൂപ്പൻ എന്തായാലും ഞങ്ങളൊരു ഓട്ടോ കയറ്റി വിട്ടിട്ട് മൂപ്പൻ അങ്ങ് പോകുന്നതാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൂപ്പ് വന്നിട്ടുണ്ട്. ഈ സൂപ്പ് എന്ന് വെച്ചാൽ മട്ടൻ്റെ സൂപ്പാണ്. നിർബന്ധിച്ച് സിദ്ധുവിന് കൊടുക്കുന്നുണ്ട്, കാരണം സിദ്ധു, കുഞ്ഞു, ദേവു മൂന്നാൾക്കും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കും അത്രയ്ക്കങ്ങ് ഇഷ്ടമൊന്നുമില്ല മട്ടൻ്റെതായതിനെ കൊണ്ട് തന്നെ. ചിക്കൻ്റെ സൂപ്പാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയേനെ, എന്നാലും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും സജീഷേട്ടനും തന്നെയാട്ടോ അത് കുടിച്ചത്. അത് മുഴുവനായിട്ടൊന്നും ഞങ്ങൾ കുടിച്ചില്ല കേട്ടോ, കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. കാരണം അത് വേസ്റ്റ് ആക്കണ്ട, അത്ര എന്താ പറയുക, അത്രയും നല്ലൊരു സാധനമാണല്ലോ. പിന്നെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ പെരി പെരി അൽഫാം മന്തി കേട്ടോ. കുറച്ച് എരിവുള്ള സാധനങ്ങളാണ്. അതിൽ സിദ്ധുവിന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അവന് എല്ലാവരും അത് പറയുന്ന നേരം അത് തന്നെ വേണം കേട്ടോ. ഞാൻ അവനോട് പറഞ്ഞിട്ടോ കുറച്ച് എരിവുള്ളതാണ് എന്നൊക്കെ. എന്നാലും അത് മതി അമ്മയെന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടുത്തെ മന്തി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇവിടെ രണ്ടാമത്തെ വട്ടാട്ടോ ഇവിടെ വന്ന് മന്തി കഴിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മന്തിയാണ്. അതുപോലെ തന്നെ ചിക്കനായാലും ബാക്കി അതിൻ്റെ കൂടെ കിട്ടുന്ന സൈഡുകളൊക്കെ തന്നെയും നല്ല ടേസ്റ്റുള്ള കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദേവുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവളുടെ ഹോസ്റ്റൽ ഫുഡ് അത്രയ്ക്കൊന്നുള്ള പെർഫെക്റ്റ് അല്ല കേട്ടോ. അത് നമുക്ക് അറിയാമല്ലോ, പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് എന്തായാലും അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും. നമ്മളെ വീട്ടിലും നാട്ടിലൊന്നും കിട്ടുന്ന സാധനമൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് തന്നെ ഓള് ഈ ഫുഡ് അൽഫാമും മന്തിയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര വെയിറ്റ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതുണ്ടല്ലോ, അതുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ സജീഷേട്ടൻ നേരിട്ട് രണ്ടാമത് വീട്ടിൽ കൂടെ ഉള്ളിടത്തേക്ക് പോകാൻ കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു ദിവസം ഈ 5 ആളും കൂടെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ദിവസം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഒരു സന്തോഷം തന്നെ കേട്ടോ. ഇങ്ങനെയുള്ള മക്കൾ 3 ആളും കൂടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അധിക സമയത്തും ഞങ്ങൾ 2 പേരും ഞങ്ങൾ 4 പേരാകുന്ന സമയത്ത് സൈലൻ്റായിട്ട് സംസാരിക്കാതെ അങ്ങനെ ഇങ്ങ് പോകും. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ചെറിയൊരു ടിപ്പ് കൊടുക്കാനുണ്ടായിട്ട് സിദ്ധുവിനെ പറഞ്ഞേക്കാം കേട്ടോ. സിദ്ധുവിന് ഇത് എന്തിനാണെന്നൊന്നും മനസ്സിലാക്കിയില്ല. എന്തിനാ അമ്മ ഇതിൻ്റെ പൈസയും കൊടുത്ത് പറഞ്ഞേച്ചെന്നൊക്കെ കേട്ടോ അവൻ ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണേ. പിന്നെ സജീഷേട്ടൻ ഞങ്ങൾ ഓട്ടോ കയറ്റി തന്നിട്ട് വേണം. ഇവിടെ നിന്നൊക്കെ ഓട്ടോ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെ ബേബി, അതായത് പണ്ടത്തെ പാർക്ക് ഹോസ്പിറ്റലിൽ വടകര, അത് ഇപ്പം ബേബി മെമ്മോറിയൽ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ കടയുള്ളത്. അപ്പോൾ അവിടുന്ന് ഹൈവേ തന്നെയാണ്. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ഒരു മണി ജീരകത്തിന് പകരം എനിക്ക് തോന്നുന്നു ഒരു 100 ഗ്രാം ജീരകമൊക്കെ മൂപ്പര് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ള മധുരമുള്ള സാധനം ഉണ്ടാവുമല്ലോ, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അടുത്ത സെക്യൂരിറ്റി തന്നെ ഒരു ഓട്ടോ പിടിച്ചു തന്നിട്ടോ. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഓട്ടോന് വേണ്ടിയിട്ട്. ഓട്ടോ കിട്ടാതായപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഓട്ടോ ഒക്കെ സെറ്റാക്കി തന്ന്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ സജീഷേട്ടൻ അങ്ങനെ കൂടുതലിൻ്റെ പുറയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടെറ്റ ബൈ ബൈ, സി യു.